സർ, കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് അടുത്ത് നിന്നിട്ട് ഒരു ഗുരുവായൂർ സ്വദേശിയെ പിടിക്കപ്പെട്ടിട്ടുള്ളത്. എൻ ഐ എ തന്നെയാണ് പിടിച്ചതെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോ അത് ദുരൂഹമാകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നൗകാം ജില്ലയിൽ നിന്നുകൊണ്ടാണ് ഈ സ്വദേശി വരുന്നത്. നൗകാം ജില്ല നമുക്കറിയാം, പല അക്രമങ്ങളും അതോടൊപ്പം തന്നെ പല സ്ഫോടന പരമ്പരകളും നടത്തിയിട്ടുള്ള വ്യക്തികളുടെ നാടാണ് നൗകാം എന്ന് പറയുന്ന കാശ്മീരിലെ പ്രദേശം. അപ്പൊ ഇതില് പല ഗൂഢാലോചനയോ അതല്ലെങ്കിൽ അതിന് പിന്നിലുള്ള പല ദുരൂഹതയോ കാണുന്നുണ്ടോ? ഇക്കാര്യത്തിൽ തീർച്ചയായിട്ടും ദുരൂഹമാണ്, അതിന് സംശയിക്കേണ്ട കാര്യമില്ല. കാശ്മീരിൽ കിടക്കുന്ന ഒരു മുസ്ലിം ഗുരുവായൂരിൽ വന്ന് അവിടെ 100 കണക്കിന് ഹോട്ടലുകൾ, ഗസ്റ്റ് ഹൗസുകൾ ഉള്ളപ്പോൾ ദേവസ്വത്തിന്റെ ഗസ്റ്റ് ഹൗസിൽ തന്നെ മുറിയെടുത്ത് താമസിക്കണമെങ്കിൽ അത് അവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങളെ കുറിച്ച് അയാൾ പഠിക്കാൻ വന്നത് തന്നെയാണ്, അല്ലാതെ അമ്പലത്തിൽ തൊഴാൻ വന്നതൊന്നുമല്ല. അപ്പോ തീർച്ചയായിട്ടും ഗുരുവായൂർ ക്ഷേത്രം അടക്കമുള്ള കേരളത്തിലെ ക്ഷേത്രങ്ങൾക്ക് നേരെ ഭീകരവാദി ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഒരു കുഴപ്പം, അവനെ പിടിച്ച് മാനസിക രോഗിയാക്കും. ഇതിനു മുമ്പ് ക്ഷേത്രത്തിന് അതുപോലെ തന്നെ തുളസിത്തറയെ ഒക്കെ ആക്ഷേപിക്കുന്നതിന് വേണ്ടി വളരെ വൃത്തികെട്ട രീതിയിൽ പെരുമാറിയ ഒരാൾ, അയാളെ അറസ്റ്റ് ചെയ്തു, അയാളെ മാനസിക രോഗിയാക്കി. അപ്പൊ ഹിന്ദുവിനെതിരെയും ഹിന്ദു ക്ഷേത്രങ്ങൾക്കെതിരെയും ഹിന്ദു ആചാരങ്ങൾക്കെതിരെയും ഹിന്ദുവിന്റെ സ്ഥാപനങ്ങൾക്കെതിരെയും ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുന്ന ആളിനെ പിടികൂടി കഴിയുമ്പോൾ അവനെ മാനസിക രോഗിയാക്കി മുദ്രകുത്തി പെട്ടെന്ന് വാർത്തകൾ ഇല്ലാതാവുന്നു. ചാനൽ ചർച്ചകളില്ല, പത്രവാർത്തകളില്ല, സാമൂഹ്യ പ്രതിഷേധങ്ങളില്ല, രാഷ്ട്രീയ പ്രതികരണങ്ങളില്ല, ബുദ്ധിജീവികളൊക്കെ ചത്തുപോകും. അപ്പോഴത്തേക്കും കവികളും സാംസ്കാരിക നായകന്മാരും മിണ്ടുകല, സാംസ്കാരിക നായകള് കാലിനിടെ തിരികെ മിണ്ടാതിരിക്കും. ഇതാണല്ലോ കേരളം. അപ്പോ ഭീകരപ്രവർത്തകരുടെ ഏറ്റവും സുരക്ഷിത താവളമായ കേരളത്തിൽ ഇവർക്കൊക്കെ പരിശീലനം ലഭിക്കുന്നു, സർക്കാരിന്റെ പ്രതിപക്ഷത്തിന്റെ പിന്തുണ ലഭിക്കുന്നു, എല്ലാ വിധത്തിലുമുള്ള പരിലാളനകളും പിന്തുണകളും ലഭിച്ചുകൊണ്ട് അന്താരാഷ്ട്ര തീവ്രവാദികളടക്കം ദേശീയ തലത്തിലുള്ള എല്ലാ തീവ്രവാദ സംഘടനകളും കേരളത്തിൽ തഴച്ചു വളരാൻ ആവശ്യമായിട്ടുള്ള വലിയ പിന്തുണയാണ് LDF-ഉം UDF-ഉം ഇവിടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതൊക്കെ സാധിക്കുന്നത്. മാത്രമല്ല, ഈ ക്ഷേത്രങ്ങൾ സർക്കാരിന്റെ കൈവശം ഇരിക്കുന്നു എന്നുള്ളതും സർക്കാർ ഇടതുപക്ഷത്തിന്റെ വലതുപക്ഷത്തിന്റെ കൈവശം ഇരിക്കുന്നു എന്നുള്ളതും ഇതിനൊരു കാരണമാണ്. നമുക്കറിയാം, ഈ ഗുരുവായൂർ നമ്മളൊരു നവോത്ഥാന സമൂഹമാണല്ലോ. അപ്പൊ പലതരത്തിലുള്ള നിയമങ്ങളും ഗുരുവായൂരുള്ള നിയമങ്ങളും അതും മതേതരത്വത്തിന് ഒരു വെല്ലുവിളി നേരിടുന്നതാണ്. പ്രത്യേകിച്ച് ഹിന്ദുക്കളെ പ്രവേശിപ്പിക്കരുത് എന്നൊക്കെ പറയുന്ന ഒരുപാടുള്ള നിയമങ്ങൾ. അപ്പൊ നമ്മളൊരു മതേതര സമൂഹമാണ്. അപ്പൊ ഇത്തരം ആചാരങ്ങളും ഇത്തരം നിയമങ്ങളും മതേതരത്വത്തിന് ഒരു വെല്ലുവിളിയായി തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ മുസ്ലിം പള്ളിയില് ഒരു ഹിന്ദുവിന് പോയി ആരാധിക്കാൻ പറ്റുമോ? എന്താ കാര്യം ചോദിക്കാൻ ധൈര്യമില്ലാത്ത? ഒരു ക്രിസ്ത്യൻ ദേവാലയത്തിൽ പോയിട്ട് ഒരു ഹിന്ദുവിന് അവിടെ ഹിന്ദുവിന്റെ ചടങ്ങ് നടത്താൻ പറ്റുമോ? എന്തുകൊണ്ടില്ല? നേരെ മറിച്ച് ശബരിമലയില് ജാതിയില്ല, മതമില്ല, എല്ലാവർക്കും പോകാമല്ലോ. ക്രിസ്ത്യാനിക്കും പോവാം, മുസ്ലിമിനും പോവാം, ഒരു കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഓരോ മതസ്ഥാപനങ്ങൾക്കും അതാതിൻ്റെതായ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ അനുസരിച്ച് വേണം നമ്മൾ അവിടെ പെരുമാറാൻ. അപ്പൊ നമ്മള് KSRTC ബസ് സ്റ്റാൻഡിൽ കയറുന്ന പോലെയാണോ എയർപോർട്ടിൽ കയറുന്നത്? എയർപോർട്ടിൽ കയറുന്ന പോലെയാണോ മെട്രോ സ്റ്റേഷനിൽ കയറുന്നത്? അപ്പൊ എയർപോർട്ടിന്റെ നിയമങ്ങളുണ്ട്, മെട്രോ സ്റ്റേഷന് അതിന്റെ നിയമങ്ങളുണ്ട്, KSRTC സ്റ്റാൻഡിന് അതിന്റെ നിയമങ്ങളുണ്ട്. അപ്പൊ ഓരോ സ്ഥലത്തും അതിന്റെ നിയമങ്ങൾ പാലിച്ച് മാത്രമേ ആർക്കും അവിടെ കയറാൻ പറ്റുള്ളൂ. അത് മതേതരത്വവുമായിട്ടോ ജനാധിപത്യമായിട്ടോ ബന്ധിപ്പിക്കേണ്ട യാതൊരു കാര്യമില്ല. അങ്ങനെ ബന്ധിപ്പിക്കണമെന്ന് ആർക്കെങ്കിലും നിർബന്ധം ഉണ്ടെങ്കിൽ അതങ്ങ് മുസ്ലിം പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. അവിടെ എന്താ പറയാലാത്ത? തല പോകുക, അത്ര തന്നെ. മതേതരത്വം കൊണ്ട് മുസ്ലിം പള്ളിയിലോട്ടൊന്ന് ചെല്ലാവോ? ചെല്ലുന്നവന്റെ തല കാണുകയില്ല. അതുകൊണ്ട് അവിടെ പോയി ഒരുത്തരും മതേതരത്വം പറയല. മതേതരത്വം മുഴുവൻ ഹിന്ദുവിന്റെ നെഞ്ചത്ത്, അമ്പലത്തിന്റെ നെഞ്ചത്ത് മാത്രമേ ഉള്ളൂ. ഇതിപ്പോ ഗുരുവായൂർ ഇപ്പൊ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്നത് ഇപ്പൊ മാത്രമല്ലല്ലോ, മുൻപും ഒരുപാട് ഇൻസിഡൻസ് ഇതുപോലെ തന്നെ സമാനമായിട്ടുള്ള രീതിയിൽ നടന്നിട്ടുണ്ട്. മറ്റൊരു സ്ത്രീയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ഒരു റീൽസ് ചിത്രീകരണം, അതോടൊപ്പം തന്നെ വേറൊരു സ്ത്രീയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ഒരു ഫോട്ടോഷൂട്ട്. അപ്പോ ഇതൊക്കെ സംശയത്തിന് വക ഒരുക്കുന്നതാണോ? ഞാൻ ചോദിക്കട്ടെ, പരിശുദ്ധ കഅബ ദേവാലയം സ്ഥിതി ചെയ്യുന്ന മക്കയില് പെരുന്നാളൊക്കെ നടക്കുന്നുണ്ടല്ലോ, അവിടെ പോയിട്ടൊന്ന് റീൽ എടുക്കാവോ? അവിടെ പോയിട്ടൊന്ന് സിനിമ ഷൂട്ട് ചെയ്യാവോ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തല മാത്രമല്ല ശരീരം പോലും കാണുകയില്ല.
അപ്പൊ അവിടെ ഇതൊക്കെ ചെയ്യുന്നതിനെ കുറിച്ച് ആരും ചിന്തിക്കുന്ന പോലും ഇല്ലല്ലോ, ചർച്ച ചെയ്യുന്നില്ലല്ലോ. ഇതൊക്കെ എന്തുകൊണ്ടാണ് ഹിന്ദു ക്ഷേത്രങ്ങളിൽ മാത്രം നടക്കുന്നത്? കാരണം ഹിന്ദു കുത്തഴിഞ്ഞ പുസ്തകമാണ്, അവിടെ ആരും ചോദിക്കാനും പറയാനും ഇല്ല, എന്തും നടത്തും, എന്തും ചെയ്യാം, ആ തോന്നലുള്ളതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു അവസ്ഥയെ ഇവിടെ വളർത്തുന്നതും പരിപോഷിപ്പിക്കുന്നതും പ്രോത്സാഹിപ്പിക്കുന്നത് ആരാണ്? ഈ രാജ്യത്ത് പോലീസുണ്ട്, കോടതിയുണ്ട്, നിയമമുണ്ട്. ഇതൊന്നും ഈ പറയുന്ന തെമ്മാടിത്തരം കാണിക്കുന്നവരുടെ നേരെ പ്രയോഗിക്കാൻ എന്തുകൊണ്ടാണ് ഭരണകൂടങ്ങൾക്ക് ധൈര്യമില്ലാത്തത്? ധൈര്യമില്ലാത്തിട്ടല്ല, ഇത് ഭരണകൂട അജണ്ടയാണ്. LDFകാരും UDFകാരും പറഞ്ഞു വിടുന്ന ആൾക്കാർ തന്നെയാണ് ഇവര്. അല്ലെങ്കിൽ ഇവരെ സംരക്ഷിച്ചുകൊണ്ട് നടക്കുന്നത് LDF UDF അല്ലേ? അപ്പൊ ഇവർക്കെതിരെ എന്താ നടപടിയെടുക്കാത്തെ? ഇവരെ എന്താ കോടതിയിൽ എത്തിക്കാത്തെ? ഇവരെ എന്താ ജയിലിലാക്കാത്തെ? ഇവർക്കെന്താ മാനസിക രോഗമാണെന്നും പറഞ്ഞു വിടുന്നത്? കാരണം LDFകാരും UDFകാരും വേഷം കെട്ടിച്ച് വിടുന്ന ഭീകരന്മാർ തന്നെയാണ് ഇവര്. അതുകൊണ്ടാണ് ഇപ്പോ ഗുരുവായൂർ വലിയൊരു കൺസോൾട്ടേഷൻ നടന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇപ്പൊ തെരഞ്ഞെടുപ്പിൽ വി ഗോപാലകൃഷ്ണനായിരുന്നു, അദ്ദേഹം കുറെ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരുപാട് കൺസോൾട്ടേഷൻ നടന്നു എന്ന് തോന്നുന്നുണ്ടോ? അപ്പോ ഒരുപാട് കൺസോൾട്ടേഷന് ശേഷവും ഇത്തരം പ്രവർത്തികൾ ഗുരുവായൂർ നടക്കുന്നു. ഇനി അത് മാത്രമല്ല, ഈ കാശ്മീരി യുവാവിനെ അറസ്റ്റ് ചെയ്തു. ഇതും മുണ്ടത്തിക്കോട് വെടിക്കെട്ടും അതിനുശേഷമാണ് ഇത് അങ്ങനെ ഒരു അപകടമൊക്കെ ഉണ്ടാകുന്നത്. അതും ഇതുമായിട്ടൊക്കെ എന്തെങ്കിലും ബന്ധമുള്ളതായിട്ട് കരുതുന്നുണ്ടോ? പക്ഷെ ഇത് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെടുത്തുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഇലക്ഷനിൽ ഹിന്ദു ഇതൊന്നും പരിഗണിക്കുന്ന വിഷയമല്ല. ശബരിമല വിഷയത്തിൽ ഒരിക്കൽ അത് ചെയ്തു. അതുപോലെ വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ അതിൽ നിന്ന് ഒരു കാര്യം ഹിന്ദു മനസ്സിലാക്കേണ്ടത്, ശബരിമല വിഷയത്തിലുണ്ടായിട്ട് ഹിന്ദുക്കൾ ഒരിക്കൽ പ്രതിരോധിച്ചു, അതിന്റെ ഫലം ഇടതുപക്ഷം അനുവദിച്ചു. പക്ഷെ അത് കഴിഞ്ഞ് വീണ്ടും അതേ ഇടതുപക്ഷത്തിനെ തന്നെ വീണ്ടും തെരഞ്ഞെടുത്തു. അതാണല്ലോ ഹിന്ദു. അതുകൊണ്ട് ഹിന്ദുവിന് ഓന്തിന്റെ നിറമാണ്, ഓന്തിന്റെ ബുദ്ധിയാണ്, എല്ലാം മറന്നുപോകും. അർണയുടെ ബുദ്ധിയാണ്, മറന്നുപോകും. ഇലക്ഷൻ വരുമ്പോൾ അവന് ജാതിയില്ല, മതമില്ല, അമ്പലവും ഇല്ല, ഹിന്ദുത്വവും ഇല്ല. ഇലക്ഷൻ വരുമ്പോൾ ഹിന്ദുത്വം എല്ലാം ആവിയായി പോകും. ഇലക്ഷൻ വരുമ്പോൾ ഹിന്ദുക്കള് മതേതരരാ, ഭയങ്കര മതേതരരാ. അപ്പോ അമ്പലത്തിന്റെ വാതിക്കൽ കൊട്ടിപ്പാടിക്കൊണ്ടിരുന്ന ഹരിഗോവിന്ദൻ മുസ്ലിം ലീഗിൽ പോയി മെമ്പർഷിപ്പ് എടുക്കും. അതാണ് ഹിന്ദു. ഒരു ശരാശരി ഹിന്ദുവിന്റെ സ്വഭാവമാണ് ഹരിഗോവിന്ദൻ കാണിച്ചത്. അതുപോലെ ഇലക്ഷൻ വരുമ്പോ ക്രിസ്ത്യാനികളും മുസ്ലിമും എല്ലാം വോട്ട് ചെയ്യാൻ പോകും, ഹിന്ദു അവിടെ പോകും. 20% ഹിന്ദു അമ്പലത്തിൽ പോകും. ഇപ്പൊ ഞാൻ പറയാമല്ലോ, കേരളത്തിൽ കഴിഞ്ഞ ഇലക്ഷനിൽ 80% വോട്ട് ചെയ്തു, 20% വോട്ട് ചെയ്തില്ല. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, വോട്ട് ചെയ്യാത്ത 20%-ല് ഒരു 19-18% ഹിന്ദുവാണ്. കാരണം ഹിന്ദുവിന് ഈ വോട്ടിന്റെ വില അറിയത്തില്ല. ഈ വോട്ട് കൊണ്ട് എന്നാക്കെ ചെയ്യാൻ പറ്റുമെന്നും പറ്റുകയെന്നും അറിയത്തില്ല. ആ ബോധമില്ലാത്ത ഹിന്ദു വോട്ട് ചെയ്യാൻ പോകാതിരിക്കുമ്പം വോട്ട് ചെയ്ത ക്രിസ്ത്യാനിയും മുസ്ലിമും രാജ്യം കൊണ്ടുപോകും, ഭരണവും കൊണ്ടുപോകും. അതാണ് ഇപ്പൊ കാണാൻ പോകുന്നത്.